മുന്നണി ഇപ്പോൾ ഏതാണ്ട് തകർന്ന മട്ടാണ്. പ്രധാനമായും DMK പോലെ ഒരു കക്ഷിയുമായി അവർ മാറി DMKയുമായി ബന്ധം അത് അവസാനിപ്പിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ സമാനമായ തരത്തിലുള്ള കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം നടത്തേണ്ട അവസ്ഥയാണ്. ബംഗാളിൽ മമതാ ബാനർജിയുമായി ഉരസലുണ്ട്. മമതയെ പല വിഷയങ്ങളിലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള ചിന്ത മമതയ്ക്കുണ്ട്. അങ്ങോട്ട് ചെന്ന് കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി ഒരുമിച്ച് നിൽക്കാനൊക്കെ തയ്യാറെടുത്തിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണമില്ല എന്നുള്ള പരാതി മമതാ ബാനർജിക്കുണ്ട്. ശരത് പവാർ ആകട്ടെ BJPയുമായും ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. മഹാരാഷ്ട്രയിൽ ആകപ്പാടെ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അങ്ങനെ മുന്നണി സംവിധാനം ആകെ തകരാറിലായിരിക്കുകയാണ്. രാഹുൽ മുൻകൈയെടുത്ത് രൂപീകരിച്ച ആ മുന്നണി സംവിധാനത്തിൽ ഒരുപാട് തകരാറുള്ള സമയത്താണ് രാഹുലിനെ പോലെ ഒരു നേതാവ് ഇല്ലാതിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈത്ത്. മാത്രമല്ല നേരത്തെയും സൈത്ത് പറഞ്ഞുള്ള സമാനമായി തന്നെ പലതരത്തിലുള്ള മുങ്ങലുകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തുടനീളം ആഞ്ഞടിക്കുമ്പോൾ BJPയെ നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി വിഷയങ്ങൾ തൊട്ടു മുന്നിലുള്ളപ്പോൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാഹുൽ ഇത്തരം വിദേശയാത്രകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ആക്ഷേപമാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്ന പശ്ചാത്തലമുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയുള്ളത് സീഷെൽസ് എന്ന ദ്വീപിലാണ് എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നും വ്യക്തതയില്ല. സീഷെൽസിലാണോ രാഹുൽ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. സാധാരണ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാവാണ്, Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള നേതാവാണ്. അങ്ങനെ ഒരാൾ പോകുമ്പോൾ അത് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിടേണ്ടതുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുറഞ്ഞപക്ഷം പാർട്ടി അണികൾക്കെങ്കിലും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പല സമയത്തും രാഹുലിന്റെ ഇത്തരം യാത്രകൾ ദുരൂഹമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് എന്ത് ലക്ഷ്യത്തിന്റെ പുറത്താണ്? നമുക്കറിയാം ഇറ്റലിയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കുടുംബ വേരുകളൊക്കെ ഉണ്ട്. ഇറ്റലിയിലാണോ അദ്ദേഹം എന്ന കാര്യത്തിലും ഒരു ഉറപ്പ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്ഥലമാണ് ഇറ്റലി. പക്ഷേ ആ രാജ്യത്തേക്കാണോ യാത്ര എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റു പല രാജ്യങ്ങളിലും ബന്ധങ്ങളുണ്ട് രാഹുലിന് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏത് രാജ്യത്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. പക്ഷേ BJPയും അത് സംബന്ധിച്ച ഒരു തെരച്ചിൽ തയ്യാറാകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. രാഹുൽ തിരിച്ചു വരൂ, എവിടെയാണ്, രാഹുലിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു തരത്തിൽ അത് പ്രചരണ ആയുധമാക്കാനൊന്നും BJP തയ്യാറാകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ അസംതൃപ്തിയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വല്ലാത്തൊരു അനിശ്ചിതത്വവും ആശയക്കുഴപ്പവുമുണ്ട്. ഇനിയും ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഹുലിന് സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടിയുടെ മുഖം മാറുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരമായ അസാന്നിധ്യം എന്നതും ശ്രദ്ധേയമാണ് സയ്യിദ്. അതാണ് സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം ഉയരുന്നു ദേശീയ തലത്തിൽ.